വേലി ചാടുവാണ് ക്യാപ്റ്റൻ ഹിമാലയ. ക്യാപ്റ്റൻ ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ വെറുതെ ഒന്നും ക്യാപ്റ്റൻ ആകാൻ പറ്റൂല. ക്യാപ്റ്റൻ ആണെങ്കിൽ നല്ല പാടുണ്ട്. ഹലോ ഗായ്സ്, ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ നേറ്റീവിലാണ്, കുറച്ച് ഒരു 2 കിലോമീറ്റർ അടുത്ത് നമ്മൾ ചിക്ലോളി ഡാം എന്നുണ്ട്, ഒരു ഡാമുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ അവിടെ ഇതുവരെ പോയിട്ടില്ല, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡാമിൻ്റെ വീഡിയോ ചെയ്യാം. ഓക്കെ, see you guys. ഇതിപ്പോൾ നമ്മൾ കണ്ട റോഡ് കണ്ട ഞങ്ങൾ രണ്ടപ്പുറേക്ക് ആ സൈഡും എസ്റ്റേറ്റാണ്. ടാറ്റാൻ്റെ കോഫി എസ്റ്റേറ്റാണ്. 2 സൈഡും കിടക്കുന്നത് എസ്റ്റേറ്റാണ്. നല്ല ഇത് കാണുന്ന ഈ മരം പെപ്പറിൻ്റെതാണ്. രാവിലെ തന്നെ ആൾക്കാർ പണിക്ക് പോകുന്നതാണ്, എസ്റ്റേറ്റിൽ പണിക്ക് പോകുന്നതാണ് ഇവിടെ. ഇതെല്ലാം കണ്ട പെപ്പറിൻ്റെ മരങ്ങളാണ് ഇതൊക്കെ. പെപ്പർ ചെടികളാണ്, നല്ല പെപ്പറിൻ്റെ വള്ളികളാണ്. പെപ്പറിൻ്റെ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പറൊക്കെ എന്താക്കുക പറഞ്ഞാൽ വള്ളികൾ മരത്തിലോട്ട് വിടും. മരത്തിൻ്റെ അടിയിൽ ആ വള്ളി അങ്ങ് വിടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വള്ളി മരത്തിലായിട്ട് ഫുള്ളായിട്ട് കവറായിട്ട് അങ്ങ് വലുതാണ്. കുറച്ച് രാവിലെ വരണമായിരുന്നു നമ്മൾ, പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. ഇതാണ് നമ്മളെ കേട്ടൗണ്. കണ്ട ഇതാണ് നമ്മളെ സിറ്റി. ഇത് പോസ്റ്റ് ഓഫീസ്, നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസാണ്. നമ്മളിവിടുത്തെ ടെമ്പിളാണ് ഇത്. സിറ്റി കഴിഞ്ഞു. സിറ്റിയിൽ നിന്ന് ഇനി ഒരു 2 കിലോമീറ്റർ കൂടെ ഉണ്ട് ഡാം. നമ്മളെ ഡാമിലുണ്ട്. നമ്മളെ പള്ളിയാണ്.
ക്രഞ്ചിൻ്റെ ഇങ്ങോട്ടും കൂടെ ക്രഞ്ച് പറഞ്ഞാൽ വലിയൊരു കുണ്ടാണ് അങ്ങനെ ലൈനിൽ ഫോറസ്റ്റിൻ്റെ സൈഡിലൂടെ ഫുള്ള് വലിയ കുണ്ടടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കഴുന്ന് ഇങ്ങോട്ട് ആന വരില്ല. അതൊക്കെ ഓടി മേൽ ചേർക്കുന്നുണ്ട്. ആ മധുരമീ ക്ഷണമേ. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അടുത്തെത്തി നമ്മളതിൻ്റെ എത്താനായി. ടേൺ ഓണി കഴിഞ്ഞ ഡാമാണ്. ഈ ഡാമിൻ്റെ ആ ബാക്ക് സൈഡായിട്ട് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ഈ ബാക്ക് സൈഡായിട്ട് വരും. ഈ വെള്ളം നിൽക്കുന്നതിൻ്റെ ബാക്കിലാണ് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ വരിക. ഇതാണ്ടായ ഊറിന് കമ്പൂട്ടം കിട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഡാഡിയുടെ ബൂട്ടാണ്, നടക്കാൻ പറ്റുന്നില്ല. തണുപ്പുണ്ട്, അതാ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി നമ്മള്. അവിടെയാണ് നമ്മൾ കുളിക്കൽ സാധാരണ. പക്ഷെ ഇപ്പം നല്ല വെള്ളമുണ്ട്, വെള്ളം വലിയ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റില്ല. മുകളിൽ പോയിട്ട് വേലിയാടുന്നു. ഉനൈസിനെ പിടിച്ചോളി കണ്ട. സ്വപ്നസഞ്ചാരി വേലിയാടി അപ്പുറം കടന്നു. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സ്വപ്നസഞ്ചാരി ആൻഡ് വേലി ചാടുവാണ് ക്യാപ്റ്റൻ ഹിമാലയ. ക്യാപ്റ്റൻ ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ വെറുതെ ഒന്നും ക്യാപ്റ്റൻ ആകാൻ പറ്റൂല. ക്യാപ്റ്റൻ ആണെങ്കിൽ നല്ല പാടുണ്ട്. ഇതാണ് നമ്മളെ സ്വന്തം ഡാം. ഓക്കെ, നമ്മളെ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനല്ല അങ്ങനെ തന്നെ പറയും. ഇവന് നാണം വന്നു. എന്തെങ്കിലും ഒന്ന് പറയടാ പറഞ്ഞ അപ്പൻ്റെ പോലെ ഒന്ന് പറയടാ. പറഞ്ഞോ? ഇത് രാവിലെ ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറേ ആളുണ്ടാവും ഇവിടെ.
പശുവിന്റെ അടുത്ത് പോയിട്ടേ ആന വന്നിട്ടാ ആനപ്പിണ്ട കണ്ട സാധനം പിടിക്ക് തെപ്പുണ്ട്. അവിടെ നിന്ന് സൗണ്ട് വരുന്നുണ്ട് ബ്രോ. എന്ത് നീ പറയുന്നുണ്ടോ? നീ അവിടെ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. റഞ്ചിട്ട് മോശം ഫാമിലി വീഡിയോ വാ അവിടെ നിന്ന് പറ. അടിപൊളിയല്ലേ നമ്മളെ ഡാം? അങ്ങനെ സെറ്റല്ലേ? അപ്പോൾ ഇവിടെ കുറേ പരിപാടികളുണ്ടാവേ. ഈ താഴെ കാണുന്ന ആ പ്ലെയിൻ പ്ലേസിൽ അവിടെ എന്താകും പറഞ്ഞാൽ ഈ കുറേ ടൂറിസ്റ്റും കാര്യങ്ങളും വരുമ്പോൾ അവിടെ കുറേ ഫുഡെല്ലാം ആക്കി തിന്നും, ചിക്കൻ ചുടുക. പിന്നെ അതേപോലെ താഴത്തെ പ്ലേസ് ഉണ്ട്, താഴെ കുറച്ച് വെള്ളം പോകുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ചിക്കൻ ചുടൽ, ഗ്രില്ലടിക്കലെല്ലാം പരിപാടികൾ. പിന്നെ ഈ ഡാമിൻ്റെ ഈ സെൻറ്ററിലല്ല, കുറച്ച് അങ്ങോട്ട് എൻഡായിട്ട് അവിടെ ഒരു വീട് കാണുന്നുണ്ട്. നിങ്ങൾ അങ്ങൊരു വൈറ്റ്. അത് മാത്രമല്ല, ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം കൂടിയുണ്ട്. അപ്പോൾ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ ഹെഡ് കവറായി കഴിഞ്ഞാൽ ഇതിലെ ഫ്ലൈ ഓവർ കൂടെ വെള്ളം പുറത്തോട്ട് വിടുവരും. അങ്ങനെ പക്ഷെ ആ ഹെഡ് കാണുന്നുണ്ട്, പക്ഷെ ഇതിൽ കാണുന്നില്ല. ഇതിൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നില്ല അത്ര ദൂരത്തിലോട്ട്. അപ്പോൾ ഒരു ടെമ്പിൾ ഉണ്ട് വെള്ളത്തിൻ്റെ സെൻറ്ററിലല്ല, അങ്ങ് സൈഡിൽ. പക്ഷെ അത് കവറാണ് ഫുള്ളായിട്ടും. അതിന് മുകളിൽ കൂടെ വെള്ളമുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ലീവുള്ള ടൈമിലൊക്കെ, ഇപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ലീവ് ഉണ്ടാകുന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗ്യാപ്പിൽ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ടൂറിസ്റ്റും കാര്യങ്ങളുണ്ടാകും. അവരൊക്കെ നമ്മളെ കളിയും കണ്ടിങ്ങനെ കുറേ വടിക്കും വെള്ളത്തിലോട്ട് പോകും ബോള്.
വെള്ളത്തിലോട്ട് പോകുമ്പോൾ പിന്നെ വെള്ളത്തെടുക്കുക പിന്നെയും കളിക്കുക നല്ല നല്ല മെമ്മറീസ് ആണ്. കുറേ നല്ല മെമ്മറീസ് ഉണ്ട് ഇവിടെ.